ഹായ്, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് നമ്മളിവിടെ കിച്ചണിലുള്ളത് കുക്കിംഗ് ഐറ്റമാണ്. കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകണേ. ഫിഷ് കൊണ്ടുള്ള ഐറ്റമാണ്. ഫിഷ് എന്ന് പറയുമ്പോൾ മിക്കവാറും എല്ലാ ഫിഷും ഞാൻ കഴിക്കും. പക്ഷേ എൻ്റെ ഫേവറേറ്റ് എപ്പോഴും ചെറിയ ചെറിയ ഫിഷുകളാണ്. ലൈക്ക് നെത്തോലി, കുഞ്ഞൻ മത്തി, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വലിയ നമ്മളെ ചൂര, ആവോലി, എന്താ പറയുക, ഐക്കൂറ്, അതിനേക്കാളുമൊക്കെ ഇഷ്ടം ഈ ചെറിയ മീനുകളോടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഒരു വളരെ ചെറിയ മീനാണ് നെത്തോലി. നെത്തോലി കൊണ്ടുള്ള വിഭവത്തിലേക്ക് കിടക്കുകയാണ്. അതൊരു ഈവനിങ് സ്നാക്കാണ്. ശരിക്കും ഈവനിങ് സ്നാക്ക് ആണെങ്കിലും ചോറിൻ്റെ കൂടെയും കഴിക്കാം. നമ്മൾ നെത്തോലി കൊണ്ടൊരു വട ഉണ്ടാക്കാൻ പോവാം. എൻ്റെ റെസിപ്പി ആക്ച്വലി എനിക്ക് പറഞ്ഞത് വിഴിഞ്ഞത്ത് ഒരു ഡോക്ടർ ആഗ്നസ് ഉണ്ട്. ഡോക്ടറെ ഇങ്ങനെ ഒഫീഷ്യലി കാണുമ്പോൾ പുള്ളിക്കാരിയാണ് പറഞ്ഞത് ഒരു അടിപൊളി ഐറ്റമാണെന്ന് ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ട്. അപ്പോൾ നെത്തോലി ആയിട്ട് അപ്പോഴും ഞാൻ ഏറ്റുപിടിച്ചു. കാരണം എനിക്ക് അത്രയും ഫേവറേറ്റാണ്. നെത്തോലിയുടെ ഗുണങ്ങൾ ഞാൻ പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചെറിയ മീനുകളെല്ലാം ഉള്ളതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ധാരാളമുണ്ട് നെത്തോലിയിൽ. ഒമേഗ 3 ഫാറ്റി ആസിഡ് നമുക്കറിയാം ഹാർട്ടിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ട്രൈഗ്ലിസറൈഡ്സിനെ കുറയ്ക്കും, പിന്നെ എന്താ പറയുക, BP കുറയ്ക്കും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അത് കൂടാണ്ട് ഇതിൽ സെലീനിയം ഉണ്ട്. സെലീനിയം ഈവൻ ക്യാൻസറിനെ പോലും കുറയ്ക്കാൻ കഴിവുള്ളൊരു എലമെൻ്റാണ് സെലീനിയം. കാൽഷ്യം ഉണ്ട്. കാൽഷ്യം നമുക്കറിയാം എന്താ പറയുക, എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ ബലത്തിന് വളരെ അത്യാവശ്യം വേണ്ടതാണ്. പിന്നെ വൈറ്റമിൻ B12 ഉണ്ട്, വൈറ്റമിൻ A ഉണ്ട്. വൈറ്റമിൻ A നമുക്കറിയാം കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു മീനാണ് നെത്തോലി. അപ്പോൾ നെത്തോലി കൊണ്ടൊരു വിഭവം നമുക്ക് ഉണ്ടാക്കാം. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. വളരെ നല്ല ഹെൽത്തി ഫുഡും കൂടെയാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായ ഐറ്റംസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു 1/2 കിലോ നെത്തോലി മേടിച്ചാൽ കഴുകി വൃത്തിയാക്കി എൻ്റെ മുള്ളൊക്കെ കളഞ്ഞെടുത്തതാണ്. കണ്ടോ, മുള്ളും വേസ്റ്റും ഒക്കെ കളഞ്ഞാണ്. നെത്തോലി വൃത്തിയാക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്കറിയാം, എൻ്റെ തലയും വാലും മുറിക്കാൻ എളുപ്പമാണ്. മുള്ളു കളയാൻ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ദേ ഒരു നെത്തോലി എടുത്തിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ട് രണ്ടായിട്ട് പൊളിച്ച് ഇങ്ങനെ കഴിഞ്ഞാൽ മുള്ളിങ്ങ് വേറെ വരും. ഒന്നുകൂടെ കാണിച്ചു തരാം. എടുക്കുക, ഇങ്ങനെ രണ്ടാക്കുക. പിന്നെ അകത്തുള്ള മുള്ളും ബാക്കി വേസ്റ്റും കൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുള്ള് ഫുള്ള് കളഞ്ഞിട്ടാണ് ഈ നെത്തോലി ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് കൂടാണ്ട് നമുക്കിപ്പോൾ ഓരോന്ന് ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ 2 ജാർ വെച്ചിട്ടുണ്ട്. 2 മിക്സിയുടെ 2 ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടിലുമായിട്ട് ഐറ്റംസ് ഇടുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഇതിൽ വേണ്ടതെന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു ജാറിലേക്ക് നെത്തോലി ഞാൻ ഇടുക കേട്ടോ. ചെറിയ ജാറിലായിട്ടിരിക്കുന്ന നെത്തോലിയെ ഇനി ഈ വലിയ ജാറിലേക്ക് ഇടാൻ പോകുന്നത് വെച്ചാൽ തേങ്ങ. ഇതൊരു വലിയ മുറി, ഒരു തേങ്ങയുടെ ഒരു മുറി എടുത്തിരിക്കണം കേട്ടോ, പകുതി. പിന്നെ ഒരു 20 ചെറിയ ഉള്ളി ഇടുന്നുണ്ട്. 15 or 20 അങ്ങനെ ഇഷ്ടം പോലെ ഇട്ടാൽ മതി. ഒരു 7 അല്ലി വെളുത്തുള്ളി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. ഒരു 5 പച്ചമുളക് ഇടുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇടുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. ഒരു 1 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ. 1 ടീസ്പൂൺ തന്നെ പെരുംജീരകം പൊടിച്ചത് ഇടുന്നുണ്ട്. വലിയ ജീരകമില്ലേ, അതിൻ്റെ പൊടിയാണേ. 1/2 ടീസ്പൂൺ കുരുമുളക് ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഒരു 1 ടീസ്പൂൺ കണക്കാക്കി ഉപ്പ് ഇടുന്നുണ്ട്. സോ നമ്മളിപ്പോൾ ആവശ്യമായ ഫുൾ ഐറ്റംസ് ഞാൻ കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഐറ്റത്തിൽ ഈ നെത്തോലി ഉണ്ടല്ലോ, ഇത് ഒരുവിധം നന്നായിട്ട് തന്നെ നമ്മൾ പേസ്റ്റാക്കി എടുക്കുക മിക്സിയിൽ വെച്ചിട്ട്. പിന്നെ ഈ പറഞ്ഞ സാധനം ഒന്ന് ക്രഷ് ചെയ്ത് നമ്മൾ സാധനം തോരനൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു അളവിലും എടുക്കുക. ഇത് രണ്ടും ചെയ്തിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഞാൻ 2 ഐറ്റവും മിക്സിക്ക് അടിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മുടെ നെത്തോലി ആയിരുന്നു. ഞാൻ നെത്തോലി ഇതിലേക്ക് ഇടുകയാണ്. പേസ്റ്റാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി ചേരുവകളൊക്കെ കൂടെ വേറൊരു ജാറിൽ ഞാൻ അടിച്ച് വെച്ചിട്ട് രണ്ടും കൂടെ ഇടാം കേട്ടോ. അപ്പോൾ രണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ, കൈ കൊണ്ട്. ഒന്ന് ഞാൻ പറയാൻ പറഞ്ഞു, നമ്മൾ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല കേട്ടോ. ഒന്നിലും നെത്തോലി ശരിക്കും കഴുകി നമ്മൾ ഊറ്റിയെടുത്തതാണ്. വെള്ളം അല്പം പോലും ചേർത്തിട്ടില്ല ഇതിൽ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അവിടെ മിക്സിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ചെറിയ ബോൾസാക്കി മാറ്റി കൊടുക്കാം കേട്ടോ. നമ്മൾ കണ്ടോ, ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. എങ്കിൽ തന്നെയും അത്യാവശ്യം നനവുണ്ട്, ഉള്ളിയൊക്കെ ഇട്ടതുകൊണ്ടാണ്. അത്രയും മിക്സ് നമ്മൾ ഉരുളയാക്കിയപ്പോൾ 24 ഉരുള കിട്ടിയിട്ടുണ്ട് കേട്ടോ. 24. പിന്നെ ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ആ സമയം നമുക്കിതിനൊന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. കയ്യിലൊന്ന് എണ്ണ ഇടുന്ന ഒട്ടിപ്പിടിക്കാതിരിക്കാനാണേ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഒത്തിരി കനം വേണ്ട കേട്ടോ. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് പരത്തി വയ്ക്കാം.
നമ്മുടെ എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു വശം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കൊന്ന് മറിച്ച് കൊടുക്കുക കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയതുകൊണ്ടോ. ഇത് മാക്സിമം ചെറിയ തീയിൽ വേവിക്കുക കേട്ടോ. അല്ലെങ്കിൽ എന്താ നമ്മൾ പച്ച നെത്തോലിയിൽ എടുത്തിരിക്കുന്നത്, കുറച്ച് വേവണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ നെത്തോലിയുടെ 2 വശവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. കണ്ടോ, ശരിക്കും ഒരു കട്ട്ലറ്റിൻ്റെ ലുക്കൊക്കെ ഇല്ലേ? കട്ട്ലറ്റ് തന്നെയാണ് കേട്ടോ, ഫിഷ് കട്ട്ലറ്റ് എന്ന് പറയുവാണെങ്കിൽ. നന്നായിട്ടുണ്ട്. ഇത് അധികം എണ്ണ പിടിക്കില്ല, കാരണം നമ്മൾ തേങ്ങയൊക്കെ ചേർത്തത് കാരണം ഒത്തിരി എണ്ണ പിടിക്കില്ല കേട്ടോ. അടിപൊളി. ഇതുപോലെ നമുക്ക് അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സെറ്റും റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇടയ്ക്ക് പോകാൻ കുറേ കഴിച്ചു തീർത്തു കേട്ടോ എൻ്റെ മക്കൾസ്. എണ്ണ വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. കണ്ടോ, നമ്മളിത് ഷാലോ ഫ്രൈ ആണ് ചെയ്തത്. അപ്പോൾ ഇത് ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഭംഗിയാക്കിയിട്ടൊന്നുകൂടെ ഞാൻ കാണിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഈവനിങ് സ്നാക്ക് റെഡിയാണ്. കണ്ടോ, നെത്തോലി വട എന്ന് പറഞ്ഞ സാധനം. കണ്ടാൽ ശരിക്കും ഒരു കട്ട്ലറ്റിൻ്റെ ലുക്കുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് കൂടെ ഞങ്ങൾ മിൻറ്റ് ലൈമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം ഞാനൊന്ന് പൊളിച്ച് കാണിക്കാം. ഞാൻ കഴിച്ച് കാണിക്കണമെന്നുള്ള വിഷമം വേണ്ട. ശരിക്കും വെന്തിട്ടുണ്ട് അകത്തൊക്കെ. കണ്ടോ, സോ റിയലി യമ്മിയാണ്. ഭയങ്കര എന്താ പറയുക, ഹെൽത്തി ആണിത് നെത്തോലി ആയതുകൊണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ സാധനം. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. സോ ഇഷ്ടമായെങ്കിൽ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.